ആൾക്കാർ ഒരു പ്രവാഹം പോലെ ഒഴുകിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 10-20 ലക്ഷം ആൾക്കാർ ഹജ്ജിന് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ. എന്നിട്ട് മഗ്രിബ് വരെ അറഫയിലുണ്ടാകും. അതെങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും പോകുന്നത് മുസ്ദലിഫയിലേക്കാണ്. പെരുന്നാളിൻ്റെ അന്ന് മധ്യരാത്രി ആയി കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ പോയിട്ട് അല്പം നിൽക്കല, രാത്രി പാർക്കൽ ഹജ്ജിൻ്റെ വാജിബാത്താകുന്നു. ഹജ്ജിൻ്റെ വാജിബാത്താ എടുത്തു വെച്ചോ. ഞാൻ ഇത്ര വേണ്ട ഒന്ന് മതി, പിന്നെ തിന്നു എനിക്കിപ്പോൾ തിന്നെങ്കിൽ ശരിയാണ്. ബഹുമാനികളെ, അങ്ങനെ അറഫ കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും എത്തിപ്പെടേണ്ട സ്ഥലം മുസ്ദലിഫയാൻ. മുസ്ദലിഫയിൽ അത് തുറന്നിട്ടുള്ള ഒരു ഭൂമിയാണ്. അവിടെ ടെന്റുകളില്ല, കട്ടിലുള്ള ബെഡൊന്നുമില്ല. തട്ടം പിരിച്ച് മണ്ണായ ഭൂമിയിൽ കിടന്നുറങ്ങ, അത്രയുള്ളൂ. അവിടെ മുന്നിലാണ്, നേരെ മുന്നിൽ മുസ്ദലിഫ ഉണ്ട്. ബസ് ഇങ്ങനെ തിരിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നേരെ പിന്നെ മുസ്ദലിഫയിലേക്ക് പോകും. അറഫെല്ലാം കഴിഞ്ഞു. നമ്മുടെ ബാക്കിൽ അറഫ പള്ളിയോടെ ഇടഭാഗത്ത് കാണുന്നത് അറഫാന്റെ പള്ളി, മസ്ജിദുൻ നമീറ. നമ്മുടെ മുന്നിൽ നേരെ ബസ് യൂട്ടേൺ അടിക്കുന്നത് ബസ്സാ. നമ്മൾ ഇടഭാഗത്ത് അവിടെയാണ് മുസ്ദലിഫുള്ളിൽ. ബസ്സിന് തിരിയാൻ വേണ്ടി പോകുന്നിങ്ങനെ. അറഫയിലുണ്ടാകും. അങ്ങനെ മഗ്രിബായി കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് പുറപ്പെടും. എല്ലാവരും നേരെ പോകുന്നത് പിന്നെ മുസ്ദലിഫയിലേക്കാണ്. ഇനി നമുക്ക് മുസ്ദലിഫ കാണാനുണ്ട്. ബലഭാഗം നോക്കി ഇന്റർലോക്ക് ഇട്ട റോഡുണ്ട്. അത് അറഫയിൽ നിന്ന് ബലഭാഗത്താണ് മുസ്ദലിഫ ഉണ്ടാവുക. അതാ ഇപ്പൊ കറക്റ്റ് കാണുന്നത് ഇടഭാഗം അറഫ. നോക്കിയല്ല, ഞങ്ങൾ ഇടഭാഗത്ത് അറഫ ഉണ്ട്. കാണുന്ന വൈദ്യുസ കാണുന്ന ഇടഭാഗ അറഫ, ബലഭാഗ മുസ്ദലിഫ. ബലഭാഗത്ത് ഇന്റർലോക്ക് ഇട്ട റോഡ് നടന്നിട്ട് പോവാ. അത് നടന്നിട്ട് പോകുന്ന വഴിയാ മുസ്ദലിഫയിലേക്ക്. ഇടഭാഗത്ത് അറഫ നോക്കി അറഫയിലെ മസ്ജിദുൻ നമീറ. ബലഭാഗം നോക്കിയതാ. ഈ റോഡെല്ലാം നേരെ മുസ്ദലിഫയിലേക്ക് പോകുന്നതാ. ബസ് ഇപ്പൊ ടേൺ അടിക്കൂടെ, റൈറ്റ് എടുത്ത് പോവും. അങ്ങനെ അറഫ കഴിഞ്ഞാൽ ആൾക്കാർ ബസ്സുണ്ടെങ്കിൽ ബസ്സിലും നടന്നിട്ടും ട്രെയിൻ കിട്ടിയവർ ട്രെയിനിലും ഇങ്ങനെ നേരെ മുസ്ദലിഫയിലേക്ക് എത്തും. പെരുന്നാളിന്റെ രാത്രിയാണത്. ഇത് മുസ്ദലിഫ അല്ല, കുറെ അങ്ങ് പോകണം. ഇതൊരു കാലി ജാഗ. അറഫ കഴിഞ്ഞാൽ കുറച്ച് കാലി പ്ലേസ്. അറഫയുള്ളത് ഹറമിന്റെ പുറത്താണ്. ഇടഭാഗത്ത് കാണുന്നത് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലുള്ള ട്രെയിൻ റോഡ്. നോക്കിയല്ല, മെട്രോ ട്രെയിൻ. ഇടഭാഗത്ത് കാണുന്ന റെയിൽ. ഇബാദത്തിനായിട്ടൊരു ട്രെയിൻ ഓടുന്നെങ്കിൽ അത് കൂടെ മാത്രം. ഇപ്പൊ ഇല്ല, ഹജ്ജിന്റെ ഒപ്പം ആവാം. ബലഭാഗത്ത് നോക്കി, ബലഭാഗം നോക്കുന്ന സുബൈദ ബീബിയുടെ കോട്ട എന്ന് പറയും. ഐന് സുബൈദ, അതായത് ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ സുബൈദ ബീബി ഇവിടേക്ക് ത്വായിഫിൽ നിന്ന് നീരാവരി സൗകര്യാക്കിയത്. വെള്ളത്തിന്റെ ദാനം, തണ്ണി ദാനം, വെള്ളം ദാനം കൊടുക്കുക. ബലഭാഗത്ത് ആനകെട്ടെല്ലാം കെട്ടിയിട്ട് പണ്ട് അതിനിപ്പോ ഗവൺമെന്റ് ഇംപ്രൂവ്മെന്റ് ആക്കിയോണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി ഇതാ ബലഭാഗത്ത് കാണുന്ന ഇത് ഐന് സുബൈദ എന്ന് പറയും. ഇത് ഐന് സുബൈദ. അതായത് ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ സുബൈദ ബീബി എന്ത് ചെയ്യും? വെള്ളം ദാനം ചെയ്യും. ത്വായിഫിൽ നിന്ന് അവിടുന്ന് വെള്ളമെല്ലാം കൊണ്ട് വന്നിട്ട് ഇവിടെ ദാനം ചെയ്യുമായിരുന്നു. ഞാൻ ഇടഭാഗത്ത് റെയിൽവേ റോഡ് കണ്ട് ഇനി നേരെ ശരിക്കും നോക്കിയത് ഇനി ഇറങ്ങിയിരുന്ന ഇനിയാണ് നോക്കാനുള്ള സ്ഥലം. ഇനി ബസ്സിന്ന് വെയിലേക്ക് ഇറങ്ങാനില്ല, അല്ലെങ്കിൽ ഇറങ്ങാനില്ല. ശരിക്കും നോക്കിയപ്പോ അറഫ കഴിഞ്ഞു. അറഫ കഴിഞ്ഞാൽ പിന്നെ മുസ്ദലിഫയാ. മുസ്ദലിഫയിൽ ഹജ്ജിന്റെ പെരുന്നാളിന്റെ അന്ന് രാത്രി 12 മണിക്ക് ശേഷം സുബൈന്റെ ഉള്ളിലായിട്ട് ഒരു അല്പമെങ്കിലും ഇവിടെ വേണം. ഉറങ്ങാൻ സൗകര്യം കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിട്ടുകിടന്നാലും മതി ഒരല്പം. അങ്ങനെ മബീത്ത് രാത്രി പാർക്കുക. അത് ഇതെല്ലാം പാർക്കിംഗ് കൊടുത്ത് മുസ്ദലിഫാക്ക് വരുന്ന ബസ്സിലൂടെ പാർക്കാക്കും.
മുസ്ദലിഫാവാ, ഇത് മുസ്ദലിഫ. ഇത് മുസ്ദലിഫ. ഇത് മുസ്ദലിഫ. ബലഭാഗ ഇടഭാഗം എല്ലാം നോക്കി. ഇത് മുസ്ദലിഫ. മുസ്ദലിഫയിലുള്ള പള്ളിയാണ് മശ്അറുൽ ഹറാം. മശ്അറുൽ ഹറാം, മശ്അറുൽ ഹറാം. ഇതാ ഇത് നോക്കിയതാ. ഫൈദ അഫൽതും മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അറിൽ ഹറാം ചെല്ലില്ലേ. ദാ ഈ പള്ളി, ഇതാ ബലഭാഗം നോക്കി. ഇവിടെ ഇതാ മശ്അറുൽ ഹറാം. മുസ്ദലിഫയുടെ പള്ളിയാണ് ഇത്, മശ്അറുൽ ഹറാം. റൂമിടെ കീ ഉണ്ട് ഞങ്ങളെ.